ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സിമ്പിൾ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നേക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ എല്ലാവരും ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മസാല മുട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി, കാന്താരിമുളക്, ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്ര മതി കേട്ടോ. പിന്നെ വേപ്പിലയും വേണം. ഞാൻ ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് വേപ്പിലയും വേണമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടെ വേപ്പിലയില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ വേപ്പില ചേർത്തില്ല. ജസ്റ്റ് ഒന്നത് കട്ട് ചെയ്തു. അങ്ങനെ ഈ പറഞ്ഞ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ല, നല്ല അസല് സൗണ്ടാണ്, അതുകൊണ്ട് കേൾപ്പിച്ചില്ല. അങ്ങനെ ഈ ചേരുവകളെല്ലാം കൂടെ മിക്സിയിൽ നല്ല ജ്യൂസി കുഴമ്പ് പോലെ അടിച്ചെടുക്കുക. അപ്പോൾ അത് പ്രിപ്പറേഷൻ ചെയ്യണതാണ്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ മല്ലിച്ചീര അതുകൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളിപ്പോൾ കാണും. അങ്ങനെ മിക്സിയിലിട്ടു. ആദ്യം മിക്സി അടച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്ലോക്കായി. അത് രണ്ടാമതിട്ട് ഒന്നും കൂടെ ശരിയാക്കുവാണ്. ഇപ്പം എല്ലാം റെഡി ആയിട്ടോ. അങ്ങനെ അത് മിക്സിയുടെ ജാറിലിട്ടു. അതൊന്ന് ജസ്റ്റ് ക്രഷല്ല, ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കണം. മിക്സി അടിക്കുന്ന സൗണ്ട് ഞാനിപ്പോൾ കേൾപ്പിച്ചു തരാം ഗൈസ്. നിങ്ങൾ എന്നോടൊന്നും തോന്നരുത്. കേട്ടല്ലോ, ഇതാണ് മിക്സിയുടെ സൗണ്ട്. ആദ്യം അടിച്ചപ്പോൾ ഇതിലും വലിയ സൗണ്ടായിരുന്നു, അതാണ് നിങ്ങളെ കേൾപ്പിക്കാത്തത്. അപ്പോൾ ജസ്റ്റ് ആദ്യം ഞാൻ അടിച്ചെടുത്തപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന പോലെയുള്ള ഗ്രീൻ കളർ കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 4-5 സാദാ പച്ചമുളകും പിന്നെ ഒരു നേരത്തെ പറഞ്ഞ പോലെ മല്ലിച്ചീരയും കൂടെ അതിനകത്തോട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തപ്പോഴാണ് നല്ലൊരു കളർ കിട്ടിയത്. അതിപ്പോൾ അതിൻ്റെ കോലം നിങ്ങളിപ്പോൾ കാണുന്നതായിരിക്കും. അങ്ങനെ അതും ജസ്റ്റ് ഞാൻ ഈ കുലുക്കുന്ന കണ്ടിട്ടാണ് തെറ്റിദ്ധരിക്കരുത്. അത് നേരത്തെ അടിച്ചതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും, ചിലപ്പോൾ അടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കുലുക്കിയത്. അങ്ങനെ നമ്മുടെ കുഴമ്പ് പരുവത്തിലൊന്നും ആയില്ലെങ്കിലും നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 6 മുട്ടയാണ്. ഈ മുട്ട ഇനിയെല്ലാം 2 പീസാക്കി എടുക്കണം, മുറിക്കണം. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഞാൻ മുറിച്ചെടുത്തു. ഇനി ഇതിൽ നേരത്തെ നമ്മൾ അരച്ച അരപ്പ് വെച്ച് കൊടുക്കണം. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഉപ്പും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടോ, അല്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല, അത്രയ്ക്ക് എരിവായിരിക്കും. വെളിച്ചെണ്ണ ഉപ്പും കൂടെ. ഒന്നാമത് കാന്താരി, നോർമൽ പച്ചമുളകും, രണ്ടിനും നല്ല എരിവുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മാതാശ്രീക്കാണ് കൊടുത്ത് ഉദ്ഘാടനം ചെയ്തത്. കണ്ടില്ലേ, അവർക്ക് ആദ്യം നിന്നപ്പോൾ ഇതൊന്നും തോന്നിയില്ല, പിന്നെ കഴിച്ച് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.